അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കാൻ എല്ലാവർക്കും ഒരു മടി. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. يا من تعزز بالدنيا وزينتها الدهر يأتي على المبني والباني ومن يكن عزه الدنيا وزينتها فعزة قليل زائل فاني واعلم بأن كنوز الأرض من ذهب فاجعل كنوزك من بر وإيمان. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു നമ്മുടെ സദസ്സ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ ഉസ്താദുമാർ, ആലിമീങ്ങൾ, നേതാക്കൾ, ആരിഫീങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ഈമാനുള്ള മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി
അവൻ ആഗ്രഹിക്കുന്നതും അവൻ ദിനേന റബ്ബിനോട് 5 സമയങ്ങളിലായി ദുആ ചെയ്യുന്നതും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരായ, നിന്റെ അനുഗ്രഹം ലഭിച്ച, നിന്റെ നിഅമത്ത് ലഭിച്ച സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ വഴിയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ വഴി നടത്തണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ മുൻഗാമികളായ മഹാന്മാരായ സച്ചരിതരായ സ്വാലിഹീങ്ങൾ അവർ വഴി നടന്ന, നിന്റെ അനുഗ്രഹം ലഭിച്ച മഹാന്മാരുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ വെറുത്തവരുടെ വഴിയിലല്ല, നിന്റെ കോപം ലഭിക്കുന്നവരുടെ വഴിയിലല്ല, നിന്റെ സ്നേഹവും നിന്റെ പൊരുത്തവും ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ അല്ലാ എന്ന് ഒരു വിശ്വാസി 5 നേരം റബ്ബിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ചിന്തയാണ് അവന് ശരിയായ വഴിയിൽ, മഹാന്മാരായ മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയിൽ വഴി നടക്കണം എന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളായ നമ്മൾ വെറും ഇത് വാചകത്തിൽ ഒതുക്കുന്നതിന് പകരം, വെറും പ്രാർത്ഥനയിൽ ഒതുക്കുന്നതിന് പകരം, വെറും ദുആയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പകരം ഇന്നലെ എനിക്കില്ലാത്ത ഒരു തഖ്വ, ഈ കഴിഞ്ഞുപോയ എന്റെ സമയങ്ങളിൽ എനിക്ക് ഇല്ലാത്ത ഒരു സൂക്ഷ്മത എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടാക്കാൻ കഴിയണം എന്നാഗ്രഹിക്കണം. ഇന്നില്ലാത്ത ഒരു സൂക്ഷ്മത എനിക്ക് നാളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇന്ന് ഞാൻ റബ്ബുമായി എത്രത്തോളം അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നാളെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയണം. നാളെയേക്കാൾ കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് റബ്ബുമായി അടുക്കാൻ കഴിയണം. ഇത് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടുമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രയും അവനിക്ക് അതിന്റെ പവർ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാമിനെ പരിചയമില്ലാത്തവരുണ്ടാകും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആൻ. അത് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് 2 അഭിപ്രായമില്ലാത്ത ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാരി എന്ന ഗ്രന്ഥമാണ്. അറിയാത്തവർ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം കിതാബിന്റെ പേരാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലാത്തത് എന്ന് നല്ലത് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി
റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാനിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഖൗഫുൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉർ. ഒരു ബാബ് കിതാബുൽ ഈമാനിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാണ്. ഈമാനുള്ള, അല്ലാഹുവിനെ ഭയക്കുന്ന, അല്ലാഹുവിനെ സാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം നേടിയവരാണവർ. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് വലിയ ഉന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞവരാണവർ. പക്ഷേ അവരുടെ മനസ്സിൽ ഞങ്ങൾ ചെയ്ത അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമോ എന്ന ഭയത്തിൽ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തിയതിനെക്കുറിച്ചും അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞതിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ വേണ്ടി ഒരു ബാബ് കൊണ്ടുവരികയാണ്. ഖാല ഇബ്രാഹിമു തൈമി, ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വാചകത്തോട് എന്റെ പ്രവർത്തനങ്ങൾ എതിരാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ആരാണ് ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, താബിഈങ്ങളെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി. ആദ്യം തർലിയത്ത് റളിയല്ലാഹു അൻഹു ചെല്ലാത്തത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും എന്നാണ്. താബീങ്ങളെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടും തെർലിയത്ത് കേൾക്കുന്നില്ല. ബുർദ ചെല്ലുന്ന സദസ്സാണ്. ഇവിടെ വരുന്ന സമയത്ത് അൽഹംദുലില്ലാ നമ്മുടെ പ്രവർത്തകന്മാരെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും പ്രത്യേകം ബുർദയുടെ ഏടുകൾ ഓരോരുത്തരും വാങ്ങി പ്രത്യേകം ചൊല്ലിത്തീർക്കുന്ന പ്രത്യേകം മഹത്വമുള്ള പ്രവർത്തകന്മാരാണെന്ന് പറഞ്ഞു കേട്ടു. അൽഹംദുലില്ലാ, അള്ളാഹു ആ പ്രവർത്തകർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഇവരെയും കൂടി പരിഗണിക്കണം, മഹാന്മാരെയും കൂടി പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വേണം. അവിടുത്തെ പിന്തുടർന്ന് വന്ന പിൻഗാമികളായ സാലിഹീങ്ങളെയും ഉലമാക്കളെയും ആരിഫീങ്ങളെയും സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, താബിഈങ്ങളെ കൂട്ടത്തിൽ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു. വലിയ വാഇളായിരുന്നു, നല്ല വഅള് പറയുന്ന, ജനങ്ങൾക്ക് നല്ല ഉപദേശം നൽകുന്ന, ജനങ്ങളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന, ജനങ്ങൾക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുക്കുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുകയാണ്, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബാ. ഞാൻ എന്റെ വാചകങ്ങൾ, ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ഉപദേശം നൽകുമ്പോൾ, ഞാൻ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ജനങ്ങൾക്ക് ശരിയായ വഴി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ജനങ്ങൾക്ക് ശരിയായ റൂട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ, ജനങ്ങൾക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാനുള്ള തഖ്വയുടെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത് എന്താണ്? മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബാ. ഞാൻ ഒരു വാചകം പറയുമ്പോൾ എന്റെ പ്രവർത്തനത്തിനോട് ഇതെതിരാകുന്നുണ്ടോ? ഞാൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത്? ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത്? എന്റെ പ്രവർത്തനം ഒന്ന് വേറെ, എന്റെ വാക്കുകളൊന്ന് വേറെയാണോ? അങ്ങനെ ആയിട്ട് ഞാൻ കളവ് പറയുന്നവനായി പോകുമോ, അല്ലെങ്കിൽ കള്ളമാക്കപ്പെടുന്നവനായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയിൽ കൊണ്ടുവരികയാണ്. വീണ്ടും പറയുന്നു, വഖാല ഇബ്നു മുലൈക തങ്ങൾ പറഞ്ഞു, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏകദേശം 30ഓളം സഹാബത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്
30ഓളം സഹാബത്തിനെ ഞാൻ കണ്ടു, ഞാൻ എത്തിച്ചു. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവര് സ്വന്തം നഫ്സിൽ നിഫാഖുണ്ടോ എന്നവർ ഭയപ്പെടുകയാണ്. ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ എന്നതിനെ കുറിച്ച് അവർ ഭയപ്പെടുകയാണ്. ഞങ്ങളാരും പൂർണ്ണരാണെന്നാരും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചവരാണെന്ന് ഒരൊറ്റ സഹാബിയും പറയുന്നതായി ഞാൻ എത്തിച്ചിട്ടില്ല. 30ഓളം സഹാബത്തിന് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഒരൊറ്റ സഹാബത്തും പറയുന്നില്ല മാ മിൻഹും അഹദുൻ യഖൂലു ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ. ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മീകായിൽ അലൈഹിസ്സലാമിനോടും അവരോട് മല്ലടിക്കാൻ കഴിയുന്ന ഈമാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയാൻ 30 സഹാബത്തിനെ ഞാൻ കണ്ടെത്തിയിട്ട് ഒരാളും അതിന് ധൈര്യം കാണിച്ചില്ല. ആരാണ് സഹാബത്ത്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ആരാണ്? പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നു, റളിയല്ലാഹു അൻഹും വറളു അൽ, അവർ അല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ സഹാബത്ത് തന്നെ ഞങ്ങൾക്ക് ജിബ്രീലിന്റെ ഈമാനുണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. ആ സഹാബത്ത് തന്നെ ഞങ്ങൾക്ക് മീകായിലിന്റെ ഈമാനുണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. എന്നാൽ അവരെ തഖ്വക്ക് വല്ല കുറവുമുണ്ടോ? ഇല്ല. അവരല്ലാഹുവിനെ ഭയക്കുന്നതിന് വല്ല കുറവുമുണ്ടോ? ഇല്ല. അവരല്ലാഹുവിനെ പൂർണ്ണമായി ഭയന്ന് ജീവിക്കുന്നവരാണ്. അവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അവരല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ സ്വഹാബത്ത് പോലും അതെ ഞങ്ങൾ പൂർണ്ണമായ തഖ്വയുള്ളവരാണെന്ന് അവകാശം പറയുന്നില്ല. ആ നിലക്കാണ് മുൻഗാമികളായ സ്വഹാബത്ത്, ആ നിലക്കാണ് അവർ മുൻഗാമികളായ നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ചിന്തിച്ചത്. എത്ര തഖ്വ ചെയ്ത് ജീവിക്കുമ്പോഴും അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുകയാണ്. അതേ മുന്തിയ തഖ്വയുള്ള സമയത്ത് പോലും അവരുടെ തഖ്വ കുറഞ്ഞു പോയോ എന്നവർ ഭയക്കുകയാണ്. ഒരൊറ്റ സഹാബത്തും അതിന് ധൈര്യം കാണിക്കുന്നില്ല. 30ഓളം സഹാബത്തിനെ എത്തിച്ചിട്ട് ഒരാള് പോലും അതിന് ധൈര്യം കാണിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ 2ാമത്തെ ഭരണാധികാരിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത മഹാനാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ടെങ്കിൽ, എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടായിരുന്നെങ്കിൽ ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല. അതേ സ്ഥാനത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം നോക്കണം നമ്മൾ. അവിടുന്ന് സ്വർഗത്തിലാണെന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ല, ഒരു മുഅ്മിനിനും തർക്കമില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതെന്താണ്? അതേ നരകത്തെക്കുറിച്ച് ഭയന്നുകൊണ്ട് കരയുകയാണ്. നരകത്തിൽ കടക്കുമോ എന്ന കാര്യം ചിന്തിച്ച് കരയുകയാണ്. നരകത്തിൽ കടക്കില്ല, സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചതോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, വാചകത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. നരകത്തിൽ കടക്കില്ലെന്നുറച്ച വിശ്വാസമുണ്ട്, സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്.
കാരണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, അതിൽ ലോകത്തൊരു മുഅ്മിനിന് ഖിലാഫില്ല, ലോകത്തൊരു മുഅ്മിനിന് തർക്കമില്ല. എന്നിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തഖ്വക്ക് യാതൊരു കുറവും കാണിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് മാത്രം പറയുന്നൊരു ഗ്രന്ഥം കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഒരു കഥയെ ഖുത്ബ് ഖാനയിൽ കാണാം. ആ കിതാബിൽ കാണാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു. അവിടുന്ന് പറയുന്ന നരകത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു. അക്സിറൂ മിൻ ദിക്രിന്നാർ, നിങ്ങൾ നരകത്തെ കുറിച്ച് ധാരാളം ചിന്തിക്കണം, നരകത്തെക്കുറിച്ച് ധാരാളം സ്മരിക്കണം, നരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് നിങ്ങൾ ധാരാളം ചിന്തിക്കണം. അക്തിറൂ മിൻ ദിക്രിന്നാർ, നിങ്ങൾ ആ നരകത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കണേ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്ന ഹർറഹാ ശദീദ്, ആ നരകത്തിന്റെ ചൂട് അത് വളരെ കഠിനമാണ്, വളരെ ശക്തിയുള്ളതാണ്. വഖഅറുഹാ ബഈദ്, ആ നരകത്തിന്റെ ആഴമോ അത് വല്ലാത്ത ആഴമുള്ള, അതേ വല്ലാത്ത ആഴമുള്ളതാണ്. വമഖമഉഹാ ഹദീദ്, ആ നരകത്തിൽ അടിക്കാൻ ഉപയോഗിക്കുന്ന ദണ്ഡുകൾ, ആ നരകത്തിൽ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വടികൾ നമ്മൾ ദുനിയാവിൽ കണ്ടതുപോലെയുള്ളതല്ല. വമഖമഉഹാ ഹദീദ്, ആ നരകത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ ദണ്ഡുകളാണ്. അതുകൊണ്ട് അക്സിറൂ മിൻ ദിക്രിന്നാർ, നിങ്ങൾ നരകത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കണം, നരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഖിറത്തെക്കുറിച്ച് ഓർത്ത് തഖ്വ വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ 30ഓളം സഹാബത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ ഒരു ബാബ് കൊണ്ടുവന്നിട്ട് പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇറങ്ങിയപ്പോൾ, ഏത് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, പുന്നാര നബി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നിങ്ങൾ നിങ്ങളെ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നില്ല, വീട്ടിൽ നിന്ന് ഇരുന്ന് കരയുക തന്നെ. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി, ഞാനൊരു നരകത്തിന്റെ അവകാശിയായി പോയി. അയൽവാസിയായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, ഓ സഅദ് ബിൻ മുആദ്, സാബിത്തിന്റെ അവസ്ഥ എന്താണ്? അതേ കാണുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നിങ്ങൾ കൂടുതൽ ശബ്ദമുയർത്തുന്നവരാകരുത് എന്ന് ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ ശബ്ദത്തിന്റെ ഉടമയാണ്, നല്ല ശബ്ദമുള്ളയാളാണ്. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതൽ ശബ്ദമെടുത്ത് സംസാരിച്ചവനായി പോയി. ഞാൻ നരകത്തിന്റെ അവകാശികളെ കൂട്ടത്തിൽ പെട്ടുപോകുമോ? ഇത് ഭയന്നുകൊണ്ട് കരയുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വിഷമിക്കേണ്ടതില്ലെന്ന് പറയണം, പ്രയാസപ്പെടേണ്ടതില്ലെന്ന് പറയണം. അന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശികളെ കൂട്ടത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദേഹവും സ്വർഗത്തിന്റെ കൂട്ടത്തിലാണ്, സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണ്. പക്ഷേ ഇവരാരും സ്വർഗത്തിൽ കടക്കുമെന്ന് ചിന്തിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചില്ല. സ്വർഗത്തിൽ കടക്കുമെന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട് അവര് തഖ്വക്ക് യാതൊരു കുറവും കാണിച്ചില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ സൂക്തമായ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയുടെ തുടക്കം എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം, ഇതിന്റെ മഅന എല്ലാ മുഫസ്സിരീകളും പറഞ്ഞു. അല്ലാഹു അഅലമു, അതിന്റെ ഉദ്ദേശം അല്ലാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അല്ലാഹു അറിയുന്നവനാണ്. അതെ, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ കിതാബ്, ഏത് കിതാബ്? പരിശുദ്ധ ഖുർആൻ. ലാ റൈബ ഫീഹി, അതിൽ ലോകത്ത് ഒരാൾക്കും സംശയമില്ല, ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് അതിലൊരാൾക്കും തർക്കമില്ല. കാരണം ആ കിതാബിനെ ഗണ്ണിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയും അല്ലാഹുവിന്റെ ഭൂമിയിലില്ല, ലോകത്ത് കഴിഞ്ഞിട്ടില്ല, ഇനി വരാനുമില്ല. കൂടുതൽ ആ കിതാബിന്റെ മഹത്വത്തിലേക്ക്, ഖുർആനിന്റെ മഹത്വത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഖുർആൻ ലോകത്ത് അതേ വല്ലാത്ത ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് തുല്യമായി, ആ ഗ്രന്ഥത്തിലെ ഒരു സൂക്തത്തിന് തുല്യമായി ഇന്ന് വരെ ഒരാൾക്കും ഒരു സൂക്തം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഒരായത്ത് തുല്യമായത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്, ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതേ മുഅ്ജിസത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ അശക്തമാക്കുന്നത് എന്നാണ്. ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അതേ അതിനോട് തുല്യമായ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സൂക്തം, ആ ഗ്രന്ഥത്തിലുള്ള ഒരു സൂറത്തിന് തുല്യമായ ഒരു സൂറത്ത് ഇന്ന് വരെ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ലോകത്തൊരാൾക്കും കൊണ്ടുവരാനും കഴിയില്ല. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യുളില്ലു ബിഹി കസീറാ വയഹ്ദീ ബിഹി കസീറാ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ആ ഖുർആൻ യുളില്ലു ബിഹി കസീറാ, ആ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ പേച്ചു പോകും. ആ ഖുർആന് കാരണമായി ധാരാളം ആളുകൾ പേച്ചു പോകും. പേച്ചുപോയ ആളുകൾ അധികവും ഓതുന്നത് ഖുർആനാണ്, അവരും പറയുന്നത് ഖുർആനാണ്, ചേകനൂര് പറഞ്ഞത് ഖുർആനാണ്, അത്തരം മുൻഗാമികളായ കഴിഞ്ഞുപോയ പുത്തൻവാദികൾ പറഞ്ഞത് ഖുർആനാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പുത്തൻവാദികളും പറയുന്നത് ഖുർആനാണ്. അവര് ഖുർആൻ ഓതിയിട്ടാണ് അവരെ വാദം സ്ഥിരപ്പെടുത്താൻ നോക്കുന്നത്. യുളില്ലു ബിഹി കസീറാ, ആ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ പേച്ചുപോയി. വയഹ്ദീ ബിഹി കസീറാ, എന്നാൽ ആ ഖുർആൻ കൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് ഹിദായത്തും കിട്ടിയിട്ടുണ്ട്. വമാ യുളില്ലു ബിഹി, ആ ഖുർആൻ പേപ്പിച്ചിട്ടില്ല ഫാസിഖീങ്ങളെ അല്ലാതെ, തെമ്മാടികളെ അല്ലാതെ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാത്ത ജനങ്ങളെ അല്ലാതെ ആ ഖുർആൻ പിഴപ്പിച്ചിട്ടില്ല. ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർക്ക് അത് വഴികാട്ടിയാണ്. അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക്, അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന സ്വാലിഹീങ്ങൾക്ക് ഹുദൽ ലിൽ മുത്തഖീൻ, അത്തരം തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർക്ക് ആ ഖുർആൻ അത് സന്മാർഗത്തിന്റെ വഴികാട്ടിയാണ്. ആരാണ് മുത്തഖി? ആരാണ് തഖ്വയുള്ളയാൾ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പഠിപ്പിക്കുകയാണ്, മുത്തഖി ആരാണ്?
അതെ, ആരാണ് സൂക്ഷ്മതയുള്ളയാൾ? ശരീഅത്തിൽ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ യഖീ നഫ്സഹു, നഫ്സിനെ സൂക്ഷിക്കുന്നവനാണ്, തടഞ്ഞു വെക്കുന്നവനാണ്. മൻ യഖീ നഫ്സഹു തആതിയ മാ യസ്തഹിഖു ബിൽ ഉഖൂബത മിൻ ഫീലിൻ ഔ തർകിൽ, ഒരു പ്രവർത്തനത്തെ ഉപേക്ഷിക്കലുകൊണ്ടോ ഒരു പ്രവർത്തനം ചെയ്യലുകൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയെ അർഹമാക്കുന്ന പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുന്നവനാണ് മുത്തഖി. അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതുപോലെ നിസ്കാരം ഉപേക്ഷിക്കൽ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. നിസ്കാരം ഉപേക്ഷിക്കൽ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ കള്ള് കുടിക്കുക എന്ന പ്രവൃത്തി അത് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ഈ പ്രവർത്തനം ചെയ്യലുകൊണ്ടും അതുപോലെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ കർമ്മങ്ങൾ അവ ഉപേക്ഷിക്കുന്നതിനാലും ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നവനാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് മുത്തഖിയായ മനുഷ്യൻ. അല്ലാഹനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ, അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു അല്ലദീന യുഅ്മിനൂൻ. ആ മുത്തഖീങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ മുത്തഖീങ്ങൾ വിശ്വാസമുള്ളവരാണ്. എന്തിനെ കൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ. അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് തഫ്സീർ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഒരു തഫ്സീർ കാണാം, ആരും കാണാത്ത സമയത്ത്, ആരും അറിയാത്ത സമയത്ത് രാജാവായ റബ്ബിനെ മാത്രം സ്നേഹിച്ച്, രാജാവായ റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച്, ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് അള്ളാഹ്ക്ക് തഖ്വ ചെയ്യുന്നവനാണവൻ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണവൻ. റിയാ ഉള്ളവനല്ല, മറ്റുള്ളവരെ കാണണമെന്ന് ചിന്തിക്കുന്നവനല്ല, മറ്റുള്ളവരെ ആദ്യ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരുടെ കയ്യടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരെ തക്ബീർ ചൊല്ലി ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരെ ആദരിക്കണമെന്ന് ചിന്തിക്കുന്നവനല്ല. മറിച്ച് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവന്റെ പ്രഖ്യാപനം തന്നെ എന്താണ്? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ ഹജ്ജ്, എന്റെ മറ്റു ആരാധനകൾ, എന്റെ മറ്റു കർമ്മങ്ങൾ, വമഹ്യായ വമമാതി, പോരാ എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹ് അവനാണെന്ന് പ്രഖ്യാപിക്കുന്ന മുഅ്മിൻ ആരുടെയും അംഗീകാരത്തിനല്ല, ആരുടെയും കയ്യടി കിട്ടാനല്ല, ആരുടെയും ബഹുമാനം കിട്ടാനല്ല, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നവൻ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു അന്നഹും യുഅ്മിനൂന ബില്ലാഹി ഹാലൽ ഗൈബി കമാ യുഅ്മിനൂന ബിഹി ഹാലൽ ഹുളൂർ. ആളുകളെ ഇടയിൽ മാത്രം ഈമാൻ പ്രകടമാക്കുന്നവരല്ല, ജനങ്ങളെ മുമ്പിൽ മാത്രം നിസ്കരിക്കുന്നവരല്ല, ജനങ്ങളെ മുമ്പിൽ മാത്രം സൽക്കർമ്മം ചെയ്യുന്നവരല്ല, ആരും കാണാത്ത സമയത്തും അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവർ, ആരും അറിയാത്ത സമയത്തും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. ലാക്കൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ പോലെയല്ല. എന്താണ് അവരുടെ പ്രത്യേകത? الذين إذا لقوا الذين قالوا آمنا وإذا خلوا إلى شياطينهم إنا معكم إنما نحن مستهزئون. ആ മുനാഫിഖീങ്ങളായ ജനങ്ങൾ വിശ്വാസികളെ കാണുമ്പോൾ അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അവർ അതേ വിശ്വാസികളെ കാണുമ്പോൾ അവർ വിശ്വാസികളാണെന്ന് പറയും. വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം,
അവര് ശൈത്താന്മാരടുക്കൽ ആരുമില്ലാത്ത നിലക്കെത്തിപ്പെട്ടാൽ ഇന്നാമക്കും അവർ പറയും ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ആ വിശ്വാസികളെ ഞങ്ങൾ പരിഹസിക്കുന്നതാണ്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈമാനില്ല. വിശ്വാസികളെ കാണുമ്പോ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. അതേ സ്ഥാനത്ത് ശൈത്താനിനെ കാണുമ്പോ, ശൈത്താനിന്റെ കൂട്ടാളികളെ കാണുമ്പോ, അത്തരം അതേ ശൈത്താനിന്റെ കൂട്ടാളികളെ കാണുമ്പോ അവര് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കുകയാണ്. ആ മുനാഫിഖീങ്ങളെ പോലെയല്ല ജനങ്ങളെ മുമ്പിൽ ഒരു ഈമാൻ, അതേ സ്ഥാനത്ത് മറയിൽ നിൽക്കുമ്പോ, ആരും കാണാത്ത സ്ഥലത്തെത്തുമ്പോ, അതേ സ്ഥാനത്ത് ആരും അറിയാത്ത സ്ഥലത്തെത്തുമ്പോ നിസ്കാരം കളാക്കുന്നതിന് പ്രശ്നമില്ല, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല, സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് ജനങ്ങളെ മുമ്പിൽ ക്ലിയറാണ്. അത്തരം ആളുകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ, ആരും അറിയാത്ത സമയത്തും അല്ലാഹ്ക്ക് തഖ്വ ചെയ്യുന്നവർ. ആ വിശ്വാസികളെ പ്രത്യേകത, മുത്തഖീങ്ങളായ ജനങ്ങളെ പ്രത്യേകത, ആരും അറിയാത്ത സമയത്ത് അല്ലാഹ്ക്ക് തഖ്വ ചെയ്യുന്നവരാണ്. വയുഖീമായ ജനങ്ങളെ പ്രത്യേകത, ആരും അറിയാത്ത സമയത്ത് അല്ലാഹ്ക്ക് തഖ്വ ചെയ്യുന്നവരാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ലോകത്തൊരുപാട് ഹദീസുകൾ സമ്മാനിച്ച മഹാനാണ്, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ്, ദീനിന്റെ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ശുഅബുൽ ഈമാനിൽ 4-ാമത്തെ വാള്യത്തിൽ ഈ സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വല്ലാത്ത ചൂടുള്ള ദിവസം, വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ദിവസം, വല്ലാതെ ദാഹം കൊണ്ട് മതേ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ദിവസം, വല്ലാത്ത നല്ല സുപ്രയിൽ നല്ല ഭക്ഷണം തയ്യാറ് ചെയ്ത് ഒരാട്ടിടേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ നീ ഭക്ഷണം കഴിക്കണം. ആട്ടിടേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ നീ ഭക്ഷണം കഴിക്കണം. എന്തിനാണോ? ഇന്ന് ഇബ്നു ഉമർ ഒരു പ്രത്യേകം ഭക്ഷണം തയ്യാറ് ചെയ്തിട്ടുണ്ട്. ആ ഭക്ഷണത്തിൽ എന്റെ കൂടെ നീയും അതിഥിയായി നിൽക്കണം. ഈ ആട്ടിടയന്റെ മറുപടി എന്നാണ്, ഓ ഇബ്നു ഉമർ തങ്ങളെ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, എനിക്ക് നോമ്പുണ്ട്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല മനുഷ്യ, ഈ ചൂടിന് സഹിക്കാൻ കഴിയാത്ത ദാഹം കൊണ്ട് എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ നിങ്ങളതാ നോമ്പെടുത്ത് ബുദ്ധിമുട്ടനുഭവിക്കുകയാണോ? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആട്ടിടയന്റെ മറുപടി, ഓ ഇബ്നു ഉമർ തങ്ങളെ, ഒരു ജാണമീത സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട്, ഒരു മൈല് മീത സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധ ഖുർആന ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ സംസാരിക്കുന്നതാരാണ്? അവിടെ അവന്റെ തൊള്ളക്ക് സീല് വെച്ച് പോയി, അവന്റെ വായക്ക് അവിടെ സീല് വെച്ച് പോയി. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, അവന്റെ കരങ്ങൾ അവിടെ സംസാരിച്ചു പോയി. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച്, അവൻ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച്, അവൻ ചെയ്ത നന്മകളെക്കുറിച്ച്, അവൻ ചെയ്ത പോരായ്മകളെക്കുറിച്ച് എല്ലാം അവന്റെ കാലുകളും കൈകളും സംസാരിക്കുന്ന ദിവസം. ആ
ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഈ ആട്ടിടയൻ പറയുന്നു, അന്നാരുമില്ലാത്ത ഒരു ചാണമീത സൂര്യനുദിക്കുമ്പോൾ സഹായത്തിനാളില്ലാത്ത സമയത്ത് ഈ ആട്ടിടയന് സഹായമായി വേണ്ടത് ഇത്തരം പകലുകളിൽ അതേ ദാഹം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് വിശപ്പിന്റെ കാഠിന്യമേറ്റുവാങ്ങി അല്ലാഹുവിന്റെ വജിഹിനെ കരുതി നോമ്പെടുത്ത പ്രതിഫലമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മോനെ, ഇവൻ പറയുന്നത് ആത്മാർത്ഥത കൊണ്ടാണോ, ഇവൻ പറയുന്നത് അല്ലെങ്കിൽ റിയാഇന് വേണ്ടി പറയുന്നതാണോ എന്നൊരു പരീക്ഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉടനെ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നിനക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഞാനൊരു ആട്ടിനെ അറുക്കാം, ആ ആട്ടിന്റെ പണം ഞാൻ നിനക്ക് തരാം, ആട്ടിന് ചെലവാകുന്ന ആടിന് വരുന്ന വില ഞാൻ നിനക്ക് തരാം, ആ ആടിനെ അറുത്തിട്ട് നല്ല ഭക്ഷണവും ഉണ്ടാക്കി തരാം, രണ്ടും ഞാൻ ചെയ്തു തരും. ഉടനെ തന്നെ ഈ ആട്ടിടയന്റെ മറുപടിയോ, ഇബ്നു ഉമർ തങ്ങളെ, ഈ ആട്ടിൻകൂട്ടത്തിൽ ഒരൊറ്റ ആട് പോലും എന്റെ ഉടമസ്ഥതയിലില്ല, എല്ലാ ആടുകളെയും ഉടമസ്ഥൻ എന്റെ സയ്യിദാണ്. ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നിങ്ങൾക്ക് അദ്ദേഹത്തോട് അതൊരു ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ പണം നിങ്ങൾക്ക് കീശയിലിടാനുള്ളൊരു വകുപ്പല്ലേ അത്? ചെന്നായ പിടിച്ചതാണെന്ന് പറയണം, ഈ ആടിന്റെ പണം നിങ്ങൾ കീശയിൽ സൂക്ഷിച്ചു വെച്ചോ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഈ ആട്ടിടയനായ മനുഷ്യൻ നിന്ന നൃത്തത്തിലങ്ങ് കരഞ്ഞുപോയി. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ بِمَا كَانُوا يَعْمَلُونَ وَقَالُوا لِجُلُودِهِمْ لِمَ شَهِدتُّمْ عَلَيْنَا قَالُوا أَنطَقَنَا اللَّهُ الَّذِي أَنطَقَ كُلَّ شَيْءٍ وَهُوَ خَلَقَكُمْ أَوَّلَ مَرَّةٍ وَإِلَيْهِ تُرْجَعُونَ. ഓ ഇബ്നു ഉമർ തങ്ങളെ, യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. ദുനിയാവിന് സ്ഥാനം കൽപ്പിച്ച് ആഖിറത്തിന് യാതൊരു വിലയും കൊടുക്കാതെ, പരലോകത്തിന് വില കൽപ്പിക്കാതെ, ആഖിറത്തിൽ അടിയുറച്ച വിശ്വാസമില്ലാതെ ബഹുമാനപ്പെട്ടവര് പറയുന്നു, യൗമ യുഹ്ശറു അഅദാഉല്ലാഹ്, അത്തരം അല്ലാഹുവിന്റെ ശത്രുക്കളായ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നു. എവിടെയാണ്? യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. അവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു, അവരെ നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. يدبر حتى إذا ما جاءوها ഷഹിദ അലൈഹിം സംഉഹും, അവരെ കേൾവി അവർക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി. വ അബ്സാറുഹും, അവരെ കാഴ്ച അവർക്കെതിരെ സംസാരിച്ചു പോയി. വജുലൂദുഹും, അവരെ തോലുകൾ അവർക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി. ബിമാ കാനൂ യഅമലൂൻ, അവര് ചെയ്ത പ്രവർത്തനങ്ങൾ അതാ അവരെ തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയുന്നു, അവരെ കേൾവി അവർക്കെതിരെ സാക്ഷി പറയുന്നു, അവരെ കാഴ്ച അവർക്കെതിരെ സാക്ഷി പറയുന്നു. റബ്ബിന്റെ മുമ്പിലൊന്നും വില പോകുന്നില്ല. ഈ കണ്ണുകൊണ്ടവൻ ഇന്ന ദിവസം ഇന്നാലിന്ന് അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു, അവൻ ഈ കാതുകൊണ്ട് ഇന്നാലിന്ന് മ്യൂസിക്കുള്ള ഗാനം കേട്ടിരിക്കുന്നു, ഈ തൊലിയുമായി അവൻ ഇന്നാലിന്നവനുമായി സ്പർശിച്ചിരിക്കുന്നു, ഇന്നാലിന്നവന്റെ സമ്പത്ത് കട്ടെടുത്തിരിക്കുന്നു. അങ്ങനെ തുടങ്ങി അവന്റെ ജീവിതത്തിൽ ഓരോ തെറ്റുകളും അവനോട് വിളിച്ചു പറഞ്ഞവനിക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം, അതേ അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ, നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം, ആ
ആ ദിവസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. സ്വന്തം തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയുമ്പോ, സ്വന്തം കേൾവി അവർക്കെതിരെ സാക്ഷി പറയുമ്പോ, സ്വന്തം കാഴ്ച അവർക്കെതിരെ സാക്ഷി പറയുമ്പോൾ വഖാലൂ ലിജുലൂദിഹിം, അവർ ചോദിച്ചു പോയി, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? കാലു, ആ സമയത്ത് അവരെ തൊലികൾ സംസാരിച്ചു പോയി. കാലു അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. സംസാരശേഷിയുള്ള മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്നു. അതേ നാവില്ലാത്ത പല ജീവികൾക്കും സംസാരിക്കാൻ സംസാരശേഷി കൊടുത്ത റബ്ബ്. കാലു അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനവനാണ്, എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷി കൊടുത്തവനവനാണ്. വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. അവനാണ് തുടങ്ങിപ്പടച്ചവൻ, അവനാണ് ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവ്, അവനിലേക്ക് മുഴുവൻ ജനങ്ങളെയും മടക്കപ്പെടും. വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. പല പ്രവർത്തനങ്ങളും റബ്ബറിയില്ലെന്ന് കരുതിപ്പോയ മനുഷ്യ, അധികവും റബ്ബറിയില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യ, നിന്റെ ഓരോ ചലനത്തെക്കുറിച്ചും റബ്ബറിയുന്നുണ്ട്. അവിടെ നിന്റെ കൈകൾ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ട്, നിന്റെ ശരീരം തന്നെ നിനക്കെതിരെ സാക്ഷി പറയുന്നുണ്ട്. ഓ ഇബ്നു ഉമർ തങ്ങളെ, എനിക്കെതിരെ എന്റെ ശരീരവും എന്റെ ആത്മാവും എന്റെ അവയവങ്ങളും എന്റെ കാഴ്ച ശക്തിയും എന്റെ കേൾവിയും എന്റെ ആരോഗ്യവും എല്ലാം റബ്ബിന്റെ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി നിന്നാൽ എനിക്കവിടെ രക്ഷപ്പെടാൻ പിന്നെ വഴിയുണ്ടോ? എനിക്ക് ദുനിയാവില് താഴ്ന്ന പണം വേണ്ട. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആട്ടിടയൻ പറയുന്ന എനിക്ക് വേണ്ട. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഓ മോനെ, ഞാനും നീയുമല്ലാത്ത മറ്റൊരു ഒരാൾ ഈ രഹസ്യത്തെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? ഈ ആട്ടിടയന്റെ മറുപടി, അല്ലാഹ് അറിയാത്തതില്ല. മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാചകവും ഞാൻ മൊഴിയുന്നില്ല, ഒരു വാചകവും ഞാൻ സംസാരിക്കുന്നില്ല. മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് അലൈഹിസ്സലാം ഈ രണ്ട് മലക്കുകൾ എഴുതിയിട്ടല്ലാതെ, ഈ രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഞാനൊരു വാക്കും മൊഴിയുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യന്റെ മറുപടി, ഐനല്ലാഹ് ഐനല്ലാഹ്. ഓ ഇബ്നു ഉമർ തങ്ങളെ, അല്ലാഹ് എവിടെയാണെന്നതിനെ കുറിച്ച് ഓർമ്മ വേണേ. റബ്ബ് എന്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിയുന്നുണ്ടെന്നൊരു ബോധം എനിക്ക് വേണ്ടതില്ലയോ? പിൽക്കാലത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ അഅറാബിയായ മനുഷ്യന്റെ വാചകത്തെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും കരഞ്ഞിരുന്നു കേട്ടോ.
മദീനയിലേക്ക് പോയി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആട്ടിടേന്റെ മുതലാളിയെ കണ്ട് ആടിനെ മുഴുവനും പണം കൊടുത്തു വാങ്ങി, ഈ ആട്ടിടനെയും പണം കൊടുത്തു വാങ്ങി. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആടിനെ അദ്ദേഹത്തിന് സദഖ കൊടുത്തു. പോരാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ അടിമയെ മോചിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് കാരണം? ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. വബില്ലാഖിറതി ഹും യുഖിനൂൻ. ആഖിറത്തെക്കുറിച്ച് അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ, ആഖിറത്തെക്കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഈ അറാബിയായ ആട്ടിടേന് അതേ തോന്നിവാസം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ചെയ്തില്ല. അന്യന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്തില്ല. അത് അംഗീകരിച്ചില്ല, അതിന് കൂട്ടുനിന്നില്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ലാ മാനിയ ലിമാ അഅ്തൈത വലാ റദ്ദ ലിമാ ഖളൈത. കൊടുക്കാൻ കഴിയുന്നവനൊന്നേ ഉള്ളൂ, തടയാൻ കഴിയുന്നവനും ഒന്നേ ഉള്ളൂ. ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വിശ്വാസിക്ക് അന്യന്റെ സമ്പത്ത് കവർന്നെടുക്കേണ്ടതില്ല, മറ്റുള്ളവന്റേത് കട്ടെടുക്കേണ്ടതില്ല, മറ്റുള്ളവന്റെ അവകാശത്തിൽ കൈവെക്കേണ്ടതില്ല, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തേണ്ടതില്ല. അങ്ങനെയുള്ള ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത, പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമായാൽ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദിൽ പറയുന്നു, അങ്ങനെ ഒരു മുഅ്മിനിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ, ആഖിറത്തിൽ പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിൽ പൂർണ്ണമായി ഒരു മുഅ്മിൻ ലയിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അതേ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് അന്യന്റെ ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, അസൂയ ഉണ്ടാകൽ, കിബറുണ്ടാകൽ, റിയായിന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യൽ. അതേ അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന, അല്ലാഹനെ സ്മരിക്കുന്ന, റബ്ബിന്റെ സ്മരണയിലായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണോ കുട്ടി? അലാമത്തു അതേ നിറാദില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവുമായി അകന്നു പോകുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലാഹുവുമായി അകന്നു പോകുന്നു എന്നതിന്റെ അടയാളമാണ് അതേ ഇസ്തിഗാലു അമാലയനി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടൽ, ആലിമീങ്ങളെ കാര്യത്തിൽ സാധാരണക്കാരിടപെടൽ, പണ്ഡിതന്മാര് നടത്തേണ്ട ചർച്ചയിൽ സാധാരണക്കാരിടപെടൽ, എന്നിട്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തൽ, ആലിമീങ്ങളെ ചീത്ത വിളിക്കൽ, അത് അള്ളയുമായി അകന്നു പോകുന്നതാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നത്. അള്ളാഹുവുമായി അകന്നു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ആലിമീങ്ങളെ ചീത്ത വിളിക്കൽ, ആലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കൽ, ആലിമീങ്ങൾക്കെതിരെ സാധാരണക്കാർ ശബ്ദിക്കൽ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബൂ നഈമുൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് വിവരമില്ലാത്ത ആളുകളെ നേതാക്കളായി ചില ആളുകൾ കൊണ്ടു നടക്കും. വിവരമില്ലാത്ത വിവരദോഷികളെ നേതാക്കളായി കൊണ്ടു നടക്കും. ഏതെങ്കിലും ആലിമീങ്ങളെ ചീത്ത വിളിച്ചാൽ, ഏതെങ്കിലും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ പിന്നെ അവൻ ആലിമായി, പിന്നെ അവൻ നേതാവായി. അത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മോനെ, 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആരാണ് 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്? 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. മദ്രസയിൽ പഠിക്കില്ലേ? 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം കുട്ടിയോട്. ആരാ കൽപ്പിക്കേണ്ടത്? പോലീസാ? അറിയില്ലേ? മദ്രസയിൽ പോകല്ലേ? മലപ്പുറം ജില്ലയിലെ കുട്ടികളൊന്നും ഇങ്ങനെ അല്ലല്ലോ. നല്ല ആക്റ്റീവായ കുട്ടികളെയാണ് മലപ്പുറം ജില്ലയിൽ കാണല്. തിരൂര് മലപ്പുറം ജില്ലയിലല്ലേ? വിഭജിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താ?
ആരാ? 10 വയസ്സായാൽ അടിക്കണം, 7 വയസ്സ് കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആര്? രക്ഷിതാവ് അല്ലേ? ബാപ്പ അല്ലേ? ബാപ്പയും ഉമ്മയും 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടി കിട്ടണം അല്ലേ? ഉപ്പാക്ക് എത്ര വയസ്സുണ്ട്? 30 കഴിഞ്ഞില്ലേ? 10 എന്തായാലും കഴിഞ്ഞില്ലേ? ഇല്ലേ? ഉപ്പാക്ക് 10 കഴിഞ്ഞില്ലേ? എന്താ ഒരു സംശയം? 10 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, 20 കഴിഞ്ഞിട്ടുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞ വാപ്പ ഉള്ളവരൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ ബാപ്പനടിക്കാൻ പറ്റുമോ കുട്ടിക്ക്? 40 വയസ്സ് കഴിഞ്ഞിട്ട് ബാപ്പ നിസ്കരിക്കുന്നില്ല. എന്നാ കുട്ടി നാളെ വടിയെടുത്തിട്ട് ബാപ്പാനൊക്കെ എന്താ നിസ്കരിക്കാത്തത്? എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത്? ഞാൻ 10 വയസ്സ് കഴിഞ്ഞ് നിസ്കരിക്കാതിരുന്നപ്പോ എന്നെ അടിച്ചിരുന്നല്ലോ. എന്താ ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കാത്തത്? കുട്ടിക്ക് അടിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയാണ് ചില ആളുകൾ, ഒന്നും അറിയാത്ത ചില വിവരദോഷികൾ ആലിമീങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, ആലിമീങ്ങൾക്കെതിരെയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്തൊരു ലോകമാണ്! അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളം. രണ്ടാമത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തുമുൻ നാസ, ജനങ്ങളെ നീ കണ്ടു കഴിഞ്ഞാൽ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരായി കണ്ടാൽ, അമാനത്തില്ലാത്തവരായി ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ 72 അടയാളങ്ങളുണ്ട്. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അതിൽ ഒന്നാമത്തത് നിസ്കാരം നഷ്ടപ്പെടുത്തലാണ്. രണ്ടാമത്തതോ വഅളാഉൽ അമാന, വിശ്വാസം നഷ്ടപ്പെടുത്തിക്കളയുന്നു. ആരെ ഫോണും എടുത്തുകൂടാ, ആരോടും സംസാരിച്ചുകൂടാ, എന്ത് പറഞ്ഞാലും ക്ലിപ്പാകും. ആ നിലക്ക് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അമാനത്ത് നഷ്ടപ്പെടുത്തുന്ന ചില ആളുകൾ, അത്തരം ആളുകൾ ഖിയാമത്ത് നാളായാൽ വരുമെന്ന് 1400 വർഷം മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് അത് ഇന്നും ഇന്നലെയും കിട്ടിയതല്ല. 1400 വർഷം മുമ്പ് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമാനത്ത് നഷ്ടപ്പെടും. അമാനത്ത് നഷ്ടപ്പെടുന്ന കാലം വരും. ജനങ്ങൾക്കിടയിൽ ആർക്കും ആരെയും വിശ്വാസമില്ല. സ്വന്തം ബാപ്പക്ക് മകനെ വിശ്വാസമില്ല, മകനിക്ക് ബാപ്പാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതേ ഉമ്മാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭാര്യനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, സഹോദരനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, കുടുംബങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ശിഷ്യന് ഉസ്താദിനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമാനത്ത് നഷ്ടപ്പെടുത്തുന്നവരായി ഖിയാമത്ത് നാളിലെ ആളുകൾ മാറുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോ, പള്ളിയിലെ ഉസ്താദ് മിമ്പറിൽ കയറും അല്ലേ? പള്ളിയിലെ ഖത്തീബ് മിമ്പറിൽ കയറും അല്ലേ? പള്ളിയിലെ ഉസ്താദ് മിമ്പറിൽ കയറില്ലേ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്കറിയാം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്കറിയാം, പള്ളിയിലെ ഉസ്താദ് മിമ്പറിന്റെ മേലെ കയറും. മിമ്പറിന്റെ മേലെ കയറുമ്പോ പള്ളിയിലെ വേറൊരു ഉസ്താദ് ഉണ്ട്. അതാരാ? വലിയ ബഹുമാനമുള്ള ഉസ്താദാണ്. അതാരാണ്? പള്ളിയിലെ മുഅദ്ദിന് വലിയ ബഹുമാനമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരെക്കാൾ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാചകം പറയുന്നവരാരാണിവിടെ? ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവർ. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറഞ്ഞു, മുഅദ്ദിനിന് പള്ളിയിലെ ഖത്തീബിനേക്കാൾ ബഹുമാനമുണ്ട്. ഏതെങ്കിലും ഖത്തീബന്മാർ അല്ലെങ്കിൽ പള്ളിയിലെ ഖാദിമാരുണ്ടെങ്കിൽ കല്ലെടുത്തെറിയരുത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പള്ളിയിലെ ഉസ്താദിനേക്കാൾ, പള്ളിയിലെ ഖത്തീബിനേക്കാൾ, ഖാദിയാരെക്കാൾ നമ്മൾ പള്ളിയിലെ ഉസ്താദിനേക്കാൾ ബഹുമാനം പള്ളിയിലെ മുഅദ്ദിനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരെക്കാൾ നല്ല വാചകം പറയുന്നവരാരാണ് ഇവിടെ? വലിയ ബഹുമാനമുള്ള സംഗതിയാണ് ബാങ്ക്. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ബാങ്ക് വിളിക്കൽ സുന്നത്തായ പല സ്ഥലങ്ങളും. വെറുപ്പ് പിടിച്ചാൽ, ദേഷ്യം പിടിക്കുന്നവന്റെ
അടുത്തുപോയി ബാങ്ക് വിളിക്കൽ സുന്നത്താണ് എന്ന് വിചാരിച്ച് നാളെ ഏതെങ്കിലും ദേഷ്യം പിടിക്കുന്നവന്റെ ചെവിട്ടിന്റെ അടുത്ത് പോയി ബാങ്ക് കൊടുത്തിട്ട് അടികിട്ടിയിട്ട് എന്നെ വിളിക്കണ്ട. അതേ സ്ഥാനത്ത് കുറച്ചു ദൂരം നിന്ന് വീശിയാ കൊള്ളൂലെന്ന് തോന്നുന്നിടത്തിൽ നിന്നിട്ടൊരു ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. പോരാ, മോട്ട് കാണിക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പശു മോട്ട് കാണിക്കാന്ന് പറയൂടെ? പറയൂല. പശു വെറുപ്പ് പിടിച്ചാല് ദേഷ്യം കാണിക്കുന്നതിന് എന്താ ഇവിടെ പറയാ? ഒന്നും പറയൂല അല്ലെ? എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. എന്താ പറയാ? മോട്ട് കാണിക്കാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ എന്ത് പറയും? എന്ത്? നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ചില ആളുകളുണ്ട് അവരവരെ ഭാഷയിൽ ഖുതുബ ഓതണം എന്ന് പറയുന്ന ചില ആളുകൾ. ഞാനൊക്കെ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകും. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഖുതുബ ശരിയാവില്ല. കാരണം അങ്ങനെയാ ചില ആൾ പറഞ്ഞത്. ഖുതുബ തിരിഞ്ഞിട്ടില്ലെങ്കിലും ഖുതുബ ശരിയാവില്ല എന്ന് പറയുന്ന ചില ആളുകൾ. എന്തൊരു ലോകമാണ് റബ്ബേ അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്കണം. കേരളത്തിൽ തന്നെ എത്ര ഭാഷയിൽ ഖുതുബ ഓതേണ്ടി വരും? മലയാളം എന്ന് പേരാണ്. മലയാളം തന്നെ എത്ര ഭാഷയുണ്ട്. ഞാൻ നിങ്ങളോട് എന്റെ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഇരിക്കൂല. എന്റെ നാട്ടിലെ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാദാവൃത്തി ചിലപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. എനിക്ക് നാളെ ഈ നാട്ടിലൂടെ നടക്കേണ്ടതാണ് അല്ലേ? ഓങ്കീഞ്ഞ് പാഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയോ? എങ്ങനെ ഓങ്കീഞ്ഞ് പാഞ്ഞു? അതൊരു മലയാളാണ്. അവൻ ഇറങ്ങി ഓടി എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ കീഞ്ഞു പാഞ്ഞു, അല്ലെങ്കിൽ അവൻ ഓങ്ങീഞ്ഞോടി. ഞാനെന്താക്കാനാ പോരേക്കാരി തക്കാനാന്ന് ചോദിക്കും. അതൊരു മലയാളാണ്. ഞാനെന്ത് ചെയ്യാനാണ്? വീട്ടിൽ കയറി അടിക്കാനാണോ എന്നാ പറഞ്ഞത്. ഈ നിലയ്ക്ക് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ നാദാപുരത്ത് ഖുതുബ കേൾക്കാൻ വന്നാൽ ഹുസൈൻ സലഫി അല്ലെങ്കിൽ ഏതെങ്കിലും വിഘടനവാദി മിമ്പറിന്റെ മേലെ കയറിയിട്ട് ഇത്യാദി അതിനെവിടുത്തെ മലയാളം എനിക്കറിയില്ല. ഈ ചാതി മലയാളം പറഞ്ഞാൽ ആർക്കെങ്കിലും തിരിയോ? തിരിയൂല. ആ നാട്ടുകാർക്ക് തിരിയൂ, അല്ലാത്തവരൊക്കെ കുടുങ്ങും. അതാണ് ഖുതുബ ഒരൊറ്റ ഭാഷയിൽ. ഏതാണ് ഭാഷ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ വിളിച്ചു. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെ വിളിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഉറക്ക കഅബത്തിന്റെ അടുക്കൽ പോയി അവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാണ്. ഏത് വിളി? 4000 കൊല്ലം മുമ്പ് വിളിച്ചു നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അന്ന് ഇത്തരം പുത്തൻവാദികൾ ഇല്ലാത്തത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ അറബിയിൽ വിളിച്ചാ പോരാന്ന് പറയും. എല്ലാവർക്കും തിരിയണമെങ്കിൽ മലയാളത്തിൽ വിളിക്കണം, ഇംഗ്ലീഷിൽ വിളിക്കണം, എത്ര ഭാഷയിൽ വിളിക്കണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചില്ല, ഒരൊറ്റ ഭാഷയിൽ വിളിച്ചു. കാരണം മുസ്ലിം ഐക്യം, അത് മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ അറബി. അറബിയിലായിരിക്കണം ഖുത്ബ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുത്ബ സ്വഹീഹാകണമെങ്കിൽ നിർബന്ധമായും ഖുത്ബ അറബിയിലായിരിക്കണം. അതാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് വിശ്വാസികളെ വിളിച്ചു. ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് എല്ലാ പുത്തൻവാദിയും പോകുന്നത് കാണുന്നുണ്ട്. പോയിട്ടെന്താ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. വിളിക്കാത്ത കല്യാണത്തിന് വന്നതാണോ മൗലവി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഹജ്ജിന്റെ കർമ്മത്തിന് വരുന്നതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ദേഷ്യം പിടിച്ച പോത്തിനോട്, ദേഷ്യം പിടിച്ച മൃഗത്തിന്റെ മുമ്പിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് നാളെ മുജാഹിദ് ബാലുശ്ശേരിയും ഹുസൈൻ സലഫിയും അത്തരം എല്ലാ വിഘടനവാദികളും വീട്ടിലെ പോത്തിന് ദേഷ്യം പിടിച്ചാൽ, കുട്ടനെ ദേഷ്യം പിടിച്ചാൽ, പശുവിന് ദേഷ്യം പിടിച്ചാൽ
മലയാളത്തിൽ പറയണം. കാരണം മലയാളിയായ പശുവല്ലേ, മലയാളത്തിൽ ബാങ്ക് വിളിക്കണം, അറബിയിൽ പാടില്ല. പോത്തിനെന്ത് അറബി, എന്ത് മലയാളം? ഈ പോത്തിനേക്കാൾ ബാക്കിയല്ലേ ആ പോത്ത്. പക്ഷേ അറബിയിലാണ് ബാങ്ക് വിളിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ദേഷ്യം പിടിച്ച പശുവിന്റെ മുമ്പിൽ, മോട്ട് കാണിക്കുന്ന പശുവിന്റെ മുമ്പിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. ഇനി നിങ്ങൾ നോക്ക്, അത് കൂലിയുള്ള കാര്യമാണ്, ഇബാദത്താണ്. അതൊക്കെ തിരിഞ്ഞുകൊള്ളണം എന്നില്ല. തീപിടിച്ച സമയത്ത് ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അത്തരം അപകടമുണ്ടാകുമ്പോൾ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. നിങ്ങൾ നോക്ക്. എന്നാൽ ഈ തീക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കാണെന്ന് തിരിയോ? തീക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണോ? അല്ല, അത് ഇബാദത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് അറബിയിൽ അംഗീകരിക്കണം, അറബിയിൽ ബാങ്ക് വിളിക്കണം. അവിടെ ബുദ്ധിയുള്ള പോത്താണോ, സംസാരിക്കുന്ന പോത്താണോ, തിരിയുന്ന പോത്താണോ എന്ന് നോക്കിയിട്ടല്ല ഭാഷ തീരുമാനിക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏത് പോത്തിന് തിരിഞ്ഞാലും ഇല്ലെങ്കിലും, ഏത് വിവരമുള്ളവനിക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഉറക്ക വിളിച്ചു പറയല് സുന്നത്താണെന്ന് മുഴുവൻ ഫിഖഹിന്റെ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ബാങ്ക് വിളിച്ചതിന്റെ ശേഷം ഇങ്ങോട്ട് ശ്രദ്ധി. ബേക്കിൽ ആരെങ്കിലും വരുന്നുണ്ട്, നിങ്ങളെക്കാളും മുന്നേ ഞാൻ കാണും. അപ്പൊ ഞാൻ പറയും, പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വിളിച്ചു. ഏത് ബാങ്ക്? ഒന്നാമത്തെ ബാങ്ക് വിളിച്ചു. പിന്നെയോ രണ്ടാമത്തെ ബാങ്ക് വിളിച്ചു, ജുമുഅക്ക്. ആ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് കയ്യിലുള്ള വാള് മുഅദ്ദിന് ഇമാമിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതുമായി ഇമാമ മിമ്പറിന്റെ മേലെ കയറി ഇറങ്ങുന്ന സമയത്ത് അത് ഇവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് മുഴുവൻ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലും ഉള്ളത്. കാരണം അത് അമാനത്താണ്. വാങ്ങിയ സാധനം ആരിൽ നിന്നാണോ വാങ്ങിയത് അവരിലേക്ക് തിരിച്ചു കൊടുക്കണം. നമ്മുടെ ബുർദയുടെ ഉസ്താദുമാരെത്തിയിട്ടുണ്ട്. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ദീർഘായുസും ആഫിയത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമാനത്താണത്, അത് തിരിച്ചു കൊടുക്കണം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തുമുൻ നാസ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, വഅദഉൽ അമാന, അതെ അവർ അമാനത്ത് നഷ്ടപ്പെടുത്തുന്നവരായി പോയി. സ്വന്തം ബാപ്പക്ക് മകനെ വിശ്വാസമില്ലാത്ത കാലം വന്നു പോയാൽ, സ്വന്തം ഉസ്താദിന് ശിഷ്യനെ വിശ്വസിക്കാൻ കഴിയാത്ത കാലം വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വസ്തഹല്ലുൽ കദിബ, അതേ ചില ആളുകൾ കളവ് പറയൽ ഹലാലാണെന്ന് മനസ്സിലാക്കും. അത്തരം കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസൂയയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദേശത്തിന്റെ പേരിലോ കളവ് പറയുന്നതിന് യാതൊരു ലജ്ജയും കാണിക്കാത്ത ജനങ്ങൾ വരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തഖഫുദ്ദിമാ, പരസ്പരം രക്തം ചിന്തുന്ന ആളുകൾ വരും. നന്മക്ക് വേണ്ടി വയല് പറഞ്ഞു കൊടുത്താൽ, ഖുർആൻ ഓതുന്ന ഓത്തുവെക്കണമെന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതുന്ന ശബ്ദം മദ്രസകളിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ പലക എടുത്ത് അടിച്ചു കൊല്ലുന്ന ആളുകൾ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു, കളവ് പറയുന്നവർ അതേവരതാ കളവിനെ ഹലാലാക്കി പോയി, രക്തം ചിന്തുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരായി പോയി. 72ഓളം അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായി ഞാനിപ്പോ കടക്കുന്നില്ല. വസ്തഅലഉൽ ബിനാ, വലിയ വലിയ എടുപ്പുകൾ വരും. വബാഉദ്ദീന ബിദ്ദുനിയാ, ദുനിയാവ് കൊടുത്തിട്ട് അതേ ആഖിറം കൊടുത്തിട്ട് ദുനിയാവ് വാങ്ങുന്നവർ വരും. ആഖിറത്തിന് സ്ഥാനം കൊടുക്കാതെ ദുനിയാവിന് സ്ഥാനം കൊടുക്കുന്നവർ വരും. പിന്നെയോ വതഖത്തഅത്തുൽ അർഹാം,
കുടുംബബന്ധം മുറിച്ചു കളയുന്ന ആളുകൾ വരും. വയകൂനുൽ ഹുക്മു ളിഅഫാ, ദീനിന്റെ നിയമങ്ങൾ മുഴുവനും ദഈഫാക്കുന്ന ആളുകൾ വരും. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വൽ കദിബു സിദ്ഖാ, കളവ് സത്യമായിട്ട് പുലരുന്നവരും കാലം വരും. കളവ് പറഞ്ഞാൽ അതാണ് സത്യം എന്ന് വഹിക്കുന്ന കാലം വരും. നേരെ തിരിച്ച് സത്യം പറഞ്ഞാലോ അത് കളവാണെന്ന് പറയുന്ന കാലവും വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലഹറൽ ജൗറു, അക്രമം പ്രകടമാകും. വകഥുറത് ത്വലാഖ്, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ത്വലാഖ് വർദ്ധിക്കും. ത്വലാഖ് വർദ്ധിക്കും. ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ആക്സിഡന്റ് ആയി എറണാകുളം ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. ആ സുഹൃത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി. കല്യാണം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെയും സംശയം. അങ്ങനെ നാട്ടിലെ ഒരു പ്രമാണിയുടെ അടുക്കൽ ഇത് മധ്യസ്ഥം പറഞ്ഞ് തീർക്കാൻ വേണ്ടി പോയി. കയറി ചെന്നപ്പോ രണ്ടാളും രണ്ടാളെ വാദം പറഞ്ഞു. അപ്പൊ മധ്യസ്ഥന്റെ അടുത്ത വാചകം, എന്നാ നമുക്ക് പരസ്പരം പിരിയാം, ത്വലാഖ് ചൊല്ലിയിട്ട് പോയിക്കൊള്ളൂ. ഇയാള് മനസ്സിലാക്കിയത് ത്വലാഖ് എന്ന് പറഞ്ഞാൽ എന്തോ പുണ്യകർമ്മമാണെന്നാണ്. രണ്ടാളെ വാദവും കേട്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു ത്വലാഖ് ചൊല്ലിയിട്ട് പിരിയാം. രണ്ടാളുകളും ഞങ്ങള് ത്വലാഖ് ചെല്ലുന്നില്ല, ഇപ്പൊ പിരിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ മടിച്ചു. രണ്ടാളും ത്വലാഖ് ചൊല്ലി പിരിഞ്ഞുപോയി. ഈ ഒരു സംഭവം എന്നോട് ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു, വകഥുറത് ത്വലാഖ്, ത്വലാഖ് വർദ്ധിച്ചു വരുന്നതാണ്. വൽ മൗതുൽ ഫുജാഅ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും. മുമ്പ് കാലത്തെ പോലെയല്ല, ഇന്നത്തെ കാലത്ത് പെട്ടെന്നുള്ള മരണങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ രക്ഷിതാക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ വേദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവരവരൊക്കെയുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും തരണം റഹ്മാനേ. നമുക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിയിട്ട് പിരിയളും. ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിയിട്ട് പിരിയളും. ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്, നിസ്കാരം കൃത്യമായി ചെയ്യുന്നവരാണ്, നിസ്കാരം അതേ കൃത്യമായി ചെയ്യുന്നവരാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ മഅന എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. നോക്കുമ്പോൾ അവിടുന്ന് സുജൂദിലാണ്. സുജൂദിൽ കിടന്നിങ്ങനെ കരയുകയാണ്. കരഞ്ഞിട്ടിങ്ങനെ കണ്ണുനീരിങ്ങനെ നിലത്തേക്ക് കുറ്റി വീഴുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നോക്കി, എന്തിനാണ് ഹബീബ് ഇങ്ങനെ കരയുന്നത്? നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബി അങ്ങ് വല്ലാതെ കരയുന്നത്? എന്തിനാണ് നബി അങ്ങ് വല്ലാതെ കണ്ണുനീരൊഴുക്കുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത് واتبعوا الشهوات فسوف يلقون غيا. പിൽക്കാലത്തൊരു സമൂഹം വരാനുണ്ട്, പിൽക്കാലത്തൊരു കൂട്ടം ആളുകൾ വരാനുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൽ അളാഉസ് സ്വലാത്ത്, അവർ നിസ്കാരത്തെ പഴക്കുന്നവരാണ്, നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നവരാണ്. അതാണ് ബഹുമാനപ്പെട്ട അബൂ നുഐമുൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുമ്പോ പറഞ്ഞത്. അവിടുന്ന് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം പഠിപ്പിക്കുകയാണ്. അതേ, മിൻ ഇഖ്തിറാബിസ് സാഅതി 72 ഖസ്ല, 72ഓളം അടയാളങ്ങൾ
ബഹുമാനപ്പെട്ട അബൂ നുഐമുൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, 72ഓളം അടയാളങ്ങളുണ്ട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 72ഓളം അടയാളങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് തന്നെ ഇദാ റഅയ്തുമുന്നാസ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ അമാതുസ്സലാ, നിസ്കാരത്തെ നിർജീവ്യമാക്കുന്നവരായി, നിസ്കാരത്തെ മുറ പോലെ നിർവഹിക്കാത്തവരായി, നിസ്കാരത്തെ പാഴാക്കുന്നവരായി, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരായി, നിസ്കാരം വേണ്ടതുപോലെ കൃത്യതയോടെ നിർവഹിക്കാത്തവരായി നിങ്ങൾ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കണേ, ഭൂമി കുലുക്കം പ്രതീക്ഷിക്കണേ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കൃത്യമായി നിസ്കരിക്കാത്തവർ, നിസ്കാരം വേണ്ടതുപോലെ കൃത്യമായി നടപ്പാക്കാത്തവർ, അത്തരം ആളുകൾ വർദ്ധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പണത്തിന്റെ ചെലവിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, അവരെ പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടാകും, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാകും, അതുപോലെ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠനം നടത്തുന്നുണ്ടാകും. അതേ സ്ഥാനത്ത് നമ്മുടെ മക്കൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം കൃത്യതയാണ് എന്നതിനെക്കുറിച്ച് പല രക്ഷിതാക്കൾക്കും ചിന്തയില്ല, പല രക്ഷിതാക്കൾക്കും അതിനെക്കുറിച്ച് ആലോചനയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിന്റെ പടിവാതിക്കലിൽ വന്നു നിന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം മടക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. സാധാരണ കേൾവിയുണ്ട്, സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. അപ്പോഴാണ് അതേ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള മറ്റൊരു സഹാബി ചോദിക്കുന്നു, അല്പം ശബ്ദത്തിൽ സലാം മടക്കളും, അല്ലാഹുവിന്റെ റസൂൽ അത് കേൾക്കുന്ന വിധത്തിൽ സലാം മടക്കളും. അതേ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാൻ കേൾപ്പിക്കുന്ന വിധത്തിൽ സലാം മടക്കൂല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സലാം പറയുന്നു, അസ്സലാമു അലൈക്കും. പക്ഷെ അവിടുന്ന് ശബ്ദത്തിൽ സലാം മടക്കുന്നില്ല. ഫറജഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ നിന്ന് മടങ്ങി. സലാം മടക്കുന്ന ശബ്ദം കേൾക്കാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് മടങ്ങി. അപ്പോഴതാ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ നടക്കുന്നു. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ. അവിടുന്ന് സലാം പറയുന്ന സമയത്ത് സഅദ് ഇബ്നു ഉബാദ ഒരൊറ്റ സലാമും കേൾക്കാതെ പോയിട്ടില്ല. അവിടുന്ന് സലാം പറഞ്ഞ സമയത്ത് സഅദ് ഇബ്നു ഉബാദ ഒരൊറ്റ സലാമും മടക്കാതെ പോയിട്ടില്ല. അവിടുന്ന് സലാം പറയുന്നത് സഅദ് ഇബ്നു ഉബാദ കേട്ടിട്ടുണ്ട്. സഅദ് ഇബ്നു ഉബാദ അതിനെ മടക്കിയിട്ടുണ്ട്, ആ സലാം മടക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ കേൾപ്പിക്കുന്ന വിധത്തിൽ ഞാൻ സലാം മടക്കിയില്ല. കാരണം അവിടുന്ന് എനിക്ക് എത്രത്തോളം സലാം മടക്കുന്നോ, എനിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് എത്രത്തോളം പ്രാർത്ഥന നടത്തുന്നു, അത് സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴിയാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഅദ് ഇബ്നു ഉബാദ തങ്ങളെ ശകാരിച്ചില്ല, സഅദ് ഇബ്നു ഉബാദ തങ്ങളെ ചീത്ത വിളിച്ചില്ല, സഅദ് ഇബ്നു ഉബാദ തങ്ങളോട് വെറുപ്പ് കാണിച്ചില്ല. കാരണം അവിടുത്തെ സലാം കിട്ടിയാൽ അത് മുഅ്മിനീങ്ങൾക്ക് വിജയത്തിന്റെ വഴിയാണ്, സാലിഹീങ്ങൾക്കത് സന്മാർഗത്തിന്റെ വഴിയാണ്, സാലിഹീങ്ങൾക്കത് സമാധാനത്തിന് വകയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വെറുപ്പ് പ്രകടിപ്പിച്ചില്ല. എന്ന് മാത്രമല്ല
സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നാണ് ഹദീസ്. യാതൊരു വെറുപ്പും കാണിച്ചില്ല. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി ആര് എവിടുന്ന് സലാം പറഞ്ഞാലും ഫർദ് അലൈഹിസ്സലാം, ഞാനവനിക്ക് വേണ്ടി സലാം മടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ വഫാത്തിന്റെ മുമ്പെന്നോ വഫാത്തിന്റെ ശേഷമെന്നോ യാതൊരു വ്യത്യാസവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം വഫാത്തിന്റെ ശേഷവും മടക്കും, വഫാത്തിന്റെ മുമ്പും സലാം മടക്കും. എവിടെന്ന് സലാം പറഞ്ഞാലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം മടക്കാൻ അല്ലാഹു തആല റൂഹിനെ തിരിച്ചു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഹയ്യലസ്സലാ, എന്നെ പോലെയുള്ള സുഹൃത്തുക്കളോട് പറയുന്നു, ഹയ്യലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിന്റെ വഴിയിലേക്ക് വരണം, നിസ്കാരത്തിലേക്ക് വരണമെന്ന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറയുമ്പോ, ഓ ചെറുപ്പക്കാരേ, പള്ളിയിൽ പോയൊന്ന് നിസ്കരിക്കാൻ മടി കാണിക്കല്ല, ഒന്ന് വിജയത്തിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ മടി കാണിക്കല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള മുഅ്മിനീങ്ങൾ, നാനാദിക്കുകളിലുള്ള വിശ്വാസികൾ, നാനാദിക്കുകളിലുള്ള മുസ്ലിമീങ്ങൾ, ആ വിശ്വാസികളെ പുലർച്ചെ സമയത്ത് എഴുന്നേറ്റ് അള്ളാന്റെ ഹബീബിനോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന അള്ളാന്റെ റസൂലിനെ വിളിച്ച് അഭിവാദ്യം പറയുമ്പോ, ഓ ചെറുപ്പക്കാരാ, കിടന്നുറങ്ങിയിട്ട് ആ സലാമ നഷ്ടപ്പെടുത്തല്ല. ക്യാരം ബോർഡ് ചൊട്ടിയിട്ട് മഗ്രിബിന്റെ നിസ്കാരം നഷ്ടപ്പെടുത്തല്ല. ജോലിത്തിരക്കിന്റെ പേരിൽ അസറിന്റെ നിസ്കാരം നഷ്ടപ്പെടുത്തല്ല. ഓ ഉമ്മമാരെ, വീട്ടിലെ ജോലിത്തിരക്കിന്റെ പേരിൽ ളുഹ്ർ നിസ്കാരം ഖളാഅക്കല്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവര് ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂനസ്സലാഹ്, അവര് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. വഖാല സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാമുത് താബിഈൻ, താബിഈങ്ങൾക്ക് മുഴുവനും നേതാവാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുകയാണ്, വഅല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യതിയൽ അസ്റ, അസ്ർ നിസ്കാരം എത്തുന്നത് വരെ ളുഹ്ർ നിസ്കരിക്കാതെ ളുഹ്ർ നഷ്ടപ്പെടുത്തുന്നവൻ, അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം എത്തുന്നത് വരെ അസ്ർ നിസ്കരിക്കാതെ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ, വലാ യുസല്ലിൽ മഗ്രിബ ഇലൽ ഇശാഇ, ഇശാഇ നിസ്കാരത്തിന്റെ സമയം വരെ മഗ്രിബ് നിസ്കരിക്കാത്തവൻ, അതുപോലെ ഇശാഇ നിസ്കാരം നിസ്കരിക്കാതെ ഫജ്ർ വെളിവാകുന്നത് വരെ, സുബ്ഹിന്റെ സമയം എത്തുന്നത് വരെ അതേ നിസ്കരിക്കാതെ ഇശാഇ നഷ്ടപ്പെടുത്തുന്നവൻ, അത്തരം ആളുകളെ കുറിച്ചാണ് അളാഉസ്സലാഹ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനെന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. അതേ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ, അവരവരെ നിസ്കാരത്തിന് തൊട്ട് അശ്രദ്ധ കാണിച്ചവരായിരുന്നു. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. ഏത് നിസ്കാരക്കാർക്കാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ ഐ ഗാഫിലൂൻ, അശ്രദ്ധമായി നിസ്കാരത്തിന് വേണ്ടി ശ്രദ്ധ പുലർത്താതെ അശ്രദ്ധമായ നിലക്ക് നിസ്കാരത്തിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നവർ, നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ,
അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട വീടാണ് നരകത്തിൽ വൈലം എന്ന് പറയുന്ന നരകമെന്ന് പരിശുദ്ധ ഖുർആൻ. എത്രയാണ് പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. അതേ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കപ്പെടും, മാ സലകകും ഫീ സഖർ, ആരെ നിങ്ങളെ എന്താണ് ഈ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചത്? ഖാലൂ, അവര് പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങളെ നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടില്ല, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാരായ ജനങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരെ കൂട്ടത്തിലായില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. അന്ത്യനാള് കൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല. അന്ത്യനാള് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. താഴ്മയുള്ള അടിമകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല. നിസ്കാരം മുറ പോലെ നിർവഹിച്ചില്ല. മുതേ മിസ്കീന്മാരായ ജനങ്ങളെ ഞങ്ങൾ പരിഗണിച്ചില്ല. ഇതിന്റെ പേരിലാണ് ഞങ്ങൾ നരകത്തിൽ കടന്നതെന്ന് നരകാവകാശികൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കുസ്സലാഹ്. നന്ദിയുള്ള അടിമയുടെയും നന്ദികേടുള്ള അടിമകളുടെയും കൂട്ടത്തിൽ അവരുടെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? തർക്കുസ്സലാഹ്, നിസ്കാരത്തെ ഉപേക്ഷിക്കലാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടെയാണ് ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. നിസ്കാരം അതേ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച്, അതേ നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മക്കള് കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, സമ്പത്ത് കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, അവര് 4 ആളുകളെ കൂടെയാണ്. ഒന്നാരാണ്? ഫിർഔനാണ്, മറ്റൊന്ന് ഹാമാനാണ്, മറ്റൊന്ന് ഖാറൂനാണ്. പിന്നെ മക്കയിലെ വലിയ കച്ചവടക്കാരനായിരുന്ന, അതേ വലിയ കച്ചവടം നടത്തിയിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്നയാളാണ്. ഈ 4 ആളുകളെ കൂടെ നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ടെന്ന് അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. ആരാണത്? ഫിർഔനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്നവർ. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഫിർഔനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്നത് മന്ത്രിസ്ഥാനം കൊണ്ടും അധികാരം കൊണ്ടും അത്തരം സ്ഥാനങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾ അവര് ഫിർഔനിന്റെ കൂടെ നരകത്തിലാണ്. അതേ തിജാറത്ത് കൊണ്ട്, കച്ചവടം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ ഖാറൂൻ, അവര് ഖാറൂനിന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അതേ മന്ത്രിസ്ഥാനം കൊണ്ടും സ്ഥാനം കൊണ്ടും അധികാരം കൊണ്ടും നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ ഹാമാനിന്റെ കൂടെയാണ്. കച്ചവടം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, കച്ചവടത്തിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, കച്ചവടം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് അതേ പള്ളിയിൽ പോകാതെ നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, അവര് ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നിന്ന് അതേ വിളിക്കുന്ന സമയത്ത്
പലരും പള്ളിയിലെത്തുന്നത് എപ്പോഴാണ്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ, അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ഇദാ നൂദിയ ലിസ്സലാത്തി ലിയൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ, നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ഉണരണം. അല്ലാഹുവിനെ സ്മരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാകണം. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങളെ കച്ചവടം നിങ്ങൾ നിർത്തിവെക്കണേ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചതിന്റെ ശേഷം നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാകരുത്. പള്ളിയിലേക്ക് ക്ഷണിച്ചതിന്റെ ശേഷം പിന്നെയും നിങ്ങൾ കച്ചവടം നടത്തുന്നവരാകരുത്. നഊദുബില്ല, എന്തൊരു ലോകമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്താണോ? പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കച്ചവടം നിർത്തിവെക്കണമെന്നാണോ? എന്നാൽ രണ്ടാമത്തെ ബാങ്ക് വിളിച്ചു, അതേ ഇമാം ഖുതുബ ഓതാൻ മിമ്പറിൽ കയറിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സുഹൃത്ത് ചോദിക്കുന്നത്, എവിടേക്കാണ് ഇത്ര നേരത്തെ പോകുന്നത് എന്നാണോ? ഓ മനുഷ്യ, പരിശുദ്ധ ഖുർആൻ പ്രത്യേകം വിളിച്ചു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി ലിയൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. പള്ളിയിലേക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടങ്ങളെ നിങ്ങൾ മാറ്റിവെച്ച് പള്ളിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാർ അവർ പള്ളിയിൽ രാവിലെ പോയിരുന്നു. 3 അൽഖഫ് അവരോധി, അവര് തസ്ബീഹ് നിസ്കാരം നടത്തി, 1000കണക്കിന് സ്വലാത്ത് ചൊല്ലി. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഈ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ച ഒരൊറ്റ അൽഖഫ് ഓതിയവരെത്രയാ? സ്വന്തം നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരൊറ്റ അൽഖഫ് ഓതിയവരെത്രയാണ്? 3 അൽഖഫായിരുന്നു മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാരോതിയത്. 3 ഓതാൻ ഇന്ന് മനുഷ്യന് സമയമില്ല. പോകട്ടെ, ഒരൊറ്റ അൽഖഫ് പോലും ഓതുന്നില്ല. നമ്മുടെ മുൻഗാമികൾ 1000കണക്കിന് സ്വലാത്ത് ചൊല്ലി. 1000കണക്കിന് സ്വലാത്ത് പോയിട്ട് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലാൻ വെള്ളിയാഴ്ച നമുക്ക് സമയം കിട്ടുന്നില്ല. അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. വെള്ളിയാഴ്ച രാവുകളിൽ അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. നമുക്ക് റവാത്തിബ് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സമയമില്ല. കാരണം നിസ്കാരത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി. എനിക്ക് മടങ്ങാനുള്ള ലോകം അതാണെന്നതിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഏത് ആയത്ത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. വിശ്വാസികളുടെ പ്രത്യേകത പറഞ്ഞ്, വിശ്വാസികളുടെ സ്വഭാവങ്ങളെ കുറിച്ച് വിശദീകരിച്ച്, വിശ്വാസികൾക്കുണ്ടാകേണ്ട സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ഓ നബിയെ, അങ്ങയ്ക്ക് ഇറക്കി തന്നത് അവരെ വിശ്വസിക്കുന്നവരാണ്. അങ്ങയുടെ മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് നമ്മൾ ഇറക്കിക്കൊടുത്ത ഏടുകൾ, ആ കിതാബുകൾ കൊണ്ടും അവരെ വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആ വിശ്വാസികളുടെ പ്രത്യേകത അവരാഖിറം കൊണ്ട് ഉറപ്പിച്ചവരാണ്. അവരാഖിറത്തെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ളവരാണ്. അവർക്ക് ആഖിറത്തിലൊരു സംശയം അവരെ മനസ്സിലില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആഖിറത്ത്, അതേ ആഖിറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട്
അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വബിൽ ആഖിറതി ഹും യുഖിനൂൻ, ആഖിറം കൊണ്ട് അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണെന്നാണോ? അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറുൽ ആഖിറത്താണ്. ആഖിറത്തിൽ അതേ ഒരു വീടുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണവർ. ആഖിറത്തിൽ അതേ അല്ലാഹു തആല വിജയികളായ മുത്തഖീങ്ങൾക്ക് പ്രത്യേകം തയ്യാർ ചെയ്തൊരു വീടുണ്ടെന്നവർ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ പറയുന്നു യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, നല്ല സമാധാനം കാംക്ഷിക്കുന്ന റൂഹുകളെ ഖുർആൻ വിളിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ. ആ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ജനങ്ങൾ, അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നു അവരല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹനെ ഭയന്ന് ജീവിച്ച് പരലോകത്ത് വിജയം കൈവരിച്ച സ്വാലിഹീങ്ങൾ അവരോട് സ്വർഗത്തിൽ കടക്കാൻ കൽപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് സ്വർഗപ്രവേശനം കൊടുക്കുമെന്ന് ഖുർആൻ. എന്താണ് അവന്റെ പ്രത്യേകത? വബിൽ ആഖിറതി ഹും യുഖിനൂൻ, അവരാഖിറം കൊണ്ട് അടിയുറച്ച് വിശ്വസിച്ചവരാണ്. ആഖിറം കൊണ്ട് ഉറച്ച് വിശ്വസിച്ചവരാണവർ. വസുമ്മിയത്ത് ബിദാലിക, ആഖിറത്തിന് ആഖിറത്ത് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത് ലിഅന്നഹാ മുതഅഖിറത്തുൽ, അത് ദുനിയാവിനെ അപേക്ഷിച്ച് പിൽക്കാലത്ത് വരാനിരിക്കുന്നതാ. ദുനിയാവ് കഴിഞ്ഞതിന്റെ ശേഷം വരാനുള്ളതാണ് ആഖിറം. അതുകൊണ്ടാണ് ആഖിറം എന്നതിനെ പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് വസുമ്മിയത്ത് അനി ദുനിയ, ദുനിയാവിന് ദുനിയാവ് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത്. അങ്ങനെ പറയപ്പെടാനുള്ള കാരണം ലിദ്ദുനിയാ ലിഅന്നഹാ അദ്നാ മിനൽ ആഖിറ, ആഖിറത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ താണവാണ്. ആഖിറത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ താണതാണ്. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുനിയാവിന് യാതൊരു സ്ഥാനവുമില്ല. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുനിയാവിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യാ മൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി മൗലായ يا ربي بالمصطفى مولاي صل وسلم. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ് يا من تعزز بالدنيا وزينتها الدهر يأتي على المبني والباني. ദുന്യാവ് കൊണ്ട് അഭിമാനം തേടുന്ന മനുഷ്യ, ദുന്യാവിനെ സ്നേഹിക്കുന്ന മനുഷ്യ, ദുന്യാവിനെ കൊണ്ട് ഇഷ്ടം വെച്ച് ആഖിറം മറന്നു പോകുന്ന മനുഷ്യ, യാ മൻ തഅസ്സസ ബിദ്ദുനിയാ വസീനതിഹാ, ദുന്യാവ് കൊണ്ട് അഭിമാനം തേടുന്ന മനുഷ്യ, ദുന്യാവിന്റെ ഭംഗി കൊണ്ട് അഭിമാനമുണ്ടാക്കുന്ന മനുഷ്യ, അദ്ദഹ്റു യഅതി അലൽ മബ്നി വൽ ബാനി. ഒരു കാലവിപത്ത് വരാനുണ്ട്. ആ കാലവിപത്ത് യഅതി അലൽ മബ്നി വൽ ബാനി. ആ എടുപ്പുകൾ ഉണ്ടാക്കിയ, ദുന്യാവിലെ എടുപ്പുകൾ ഉണ്ടാക്കിയ അതേ മനുഷ്യനും എടുപ്പ്
എടുപ്പുകൾ സൃഷ്ടിച്ച മുതലാളിയും അവന്റെ എടുപ്പുകളും എല്ലാം കാലവിപത്ത് നശിപ്പിക്കുന്നതാണ്. വമയ്യകുൻ ഇസ്സഹു ദുനിയാ വസീനതഹാ ഫഇസ്സതുൻ ഖലീലിൻ സായിലുൻ ഫാനി. ദുന്യാവ് കൊണ്ട് ഇസ്സത്ത് നേടുന്നവനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ദുന്യാവ് കൊണ്ടും അതിന്റെ ഭംഗി കൊണ്ടും ഇസ്സത്ത് നേടിയാൽ ആ ഇസ്സത്ത് നശിച്ചു പോകുന്നതാണ്, നീങ്ങിപ്പോകുന്നതാണ്, അത് നിലനിൽക്കുന്നതല്ല. കുല്ലു മൻ അലൈഹാ ഫാൻ. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ പദ്യം പാടിയിട്ട് പറയുന്നു, വഅലം ബി അന്ന കുനൂസൽ അർളി മിൻ ദഹബി ഫജഅൽ കുനൂസക മിൻ ബിർരി വ ഈമാനി. ദുന്യാവിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നീ വലിയ കുനൂസായി, ദുന്യാവിൽ വലിയ അതേ നിന്റെ സമ്പത്തായി നീ പറയുന്നത് സ്വർണമാണെങ്കിൽ, ദുന്യാവിൽ വലിയ സമ്പത്തായി നിന്റെ സൂക്ഷിപ്പ് സ്വത്തായി നീ പറയുന്നത് സ്വർണമാണെങ്കിൽ, ഓ മുഅ്മിനായ മനുഷ്യ, ഫജഅൽ കുനൂസക മിൻ ബിർരി വ ഈമാനി. നീ നിന്റെ ആഖിറത്തിലേക്ക് നല്ല സമ്പത്തുണ്ടാക്കുന്നവനാകണം. നിന്റെ ഈമാന് കൊണ്ടും നിന്റെ വിശ്വാസം കൊണ്ടും അതുപോലെ നിന്റെ നന്മ കൊണ്ടും നീ ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നവനാകണം. അങ്ങനെ ആയാലാണ് നീ വിജയം കൈവരിക്കുന്നവനാകുന്നത്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആ മുത്തഖീങ്ങളായ ജനങ്ങളെ പ്രത്യേകത, അവർക്ക് ആഖിറത്തെ കുറിച്ച് സംശയമില്ല. പിന്നെയോ ആ വിശ്വാസികളെ പ്രത്യേകത എന്താണ്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അല്ലാഹ് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ്. അല്ലാഹ് കൊടുത്തതിൽ നിന്ന് കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞത് ഗൈബ് കൊണ്ട് വിശ്വസിക്കണം, രണ്ടാമത്തത് നിസ്കാരം മുറ പോലെ നിർവഹിക്കണം, മൂന്നാമത്തത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ മുത്തഖീങ്ങൾക്ക് മൂന്നാമതായി ഉണ്ടാകുന്ന പ്രത്യേകത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹ് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ആ വിശ്വാസികൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, പ്രയാസമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. ബുദ്ധിമുട്ടെത്തുന്ന സമയത്തും അവർ ചെലവഴിക്കും, സന്തോഷമെത്തുന്ന സമയത്തും അവർ ചെലവഴിക്കും. അതിനാ വിശ്വാസികൾക്ക് യാതൊരു മടിയുമില്ല. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, എന്താണ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം. വിശ്വാസികളെ പ്രത്യേകതയാണത്. പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കണം. അതിന് ഒരുപാട് തഫ്സീർ ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തഫ്സീർ മരിച്ചവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവർ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സന്തോഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള സന്തോഷമാണ്. അവിടുത്തെ ജന്മദിനത്തിലുള്ള സന്തോഷമാണ്, അവിടുത്തെ മദ്ഹ് പാടുന്ന സമയത്തുള്ള സന്തോഷമാണ്, അവിടുത്തെ പുകഴ്ത്തുന്ന സമയത്തുള്ള സന്തോഷമാണ്. എന്റെ നേതാവിന്റെ മദ്ഹ് പറയുന്ന സമയത്ത് അവനിക്കുണ്ടാകുന്ന സന്തോഷം അത് അളവില്ലാത്ത സന്തോഷമാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ശർവാനി ഇമാം റളിയല്ലാഹു അൻഹു അതെ അവിടുത്തെ ശർവാനിയിൽ 7ാമത്തെ വള്ളിത്തിൽ പറഞ്ഞു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വിശ്വാസികളുടെ സന്തോഷമാണ്, വിശ്വാസികളുടെ ആഹ്ലാദമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദിന്റെ ദിവസം വിശ്വാസികൾ സന്തോഷിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഉപ്പാപ്പ മരിച്ചുപോയാൽ, ഉമ്മാമ മരിച്ചുപോയാൽ, കുടുംബങ്ങള് മരിച്ചുപോയാൽ, സഹോദരങ്ങള് മരിച്ചുപോയാൽ, സുഹൃത്തുക്കള് മരിച്ചുപോയാൽ അവരെ സ്നേഹിച്ച് അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നവർ, അവരെ സ്നേഹിച്ച് അവരാദരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, പ്രയാസമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നവർ. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം പ്രത്യേകം പറയുന്നു, മരണം എന്നതൊരു പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. ആ മരണപ്പെട്ടു പോയ ആളുകളെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം കൊടുക്കൽ അത് ഈ കണ്ണിയിൽപ്പെട്ടതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. നബിദിനം വരുമ്പോ ആഘോഷിക്കുന്നവർ, അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് വരുമ്പോ അതേ സ്മരിക്കുന്നവർ, അവരെ പേരിൽ അവർ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുന്നവർ, മഹാന്മാരെ സ്മരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, ദിക്റിന്റെ സദസ്സിൽ, മഹത്വമുള്ള ദിക്റിന്റെ സദസ്സിൽ മഹാന്മാരെ മദ്ഹ് പറഞ്ഞ് പാടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ. സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ പെട്ടതാണ്. വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. പ്രയാസമുള്ള സമയത്ത്, അതേ ക്ഷേമമുള്ള സമയത്തും ക്ഷാമമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കുന്നവർ, ചെലവഴിക്കുന്നവർ. ഈമാനുള്ളവരുടെ പ്രത്യേകതയായി, മുത്തഖീങ്ങളെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ മൂന്നാമതായി എണ്ണിയത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവർ, ഗൈബ് കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നവർ, അതേ സന്തോഷമുള്ള സമയത്തും അല്ലാത്ത സമയത്തും പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ആഖിറം കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്ന, കിതാബുകൾ കൊണ്ട് മുഴുവനും ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികൾ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്ന ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അതേ അവര് സന്മാർഗത്തിന്റെ വഴിയിലാണ്, റബ്ബ് കൊടുത്ത പ്രത്യേകമായ ഹുദയുടെ വഴിയിലാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ വിജയം കൈവരിച്ച മഹാന്മാരാണ്. ആ മുത്തഖീങ്ങൾ വിജയം കൈവരിച്ച സാലിഹീങ്ങളാണ്. ആ മുത്തഖീങ്ങൾ വിജയം കൈവരിച്ച സാലിഹീങ്ങളാണ്.